അസിത, ഒരു പ്രതിപക്ഷ നേതാവ് എപ്പോൾ ഉണ്ടാകും? എസ്.കെ.ന് പ്രതിപക്ഷ നേതാവ് എപ്പം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും പോളിറ്റ് ബ്യൂറോ യോഗം കഴിയുമ്പോൾ അതിന്റെ തീരുമാനം വരും എന്നതാണ് CPM-ന്റെ ഒരു സംഘടനാ സംവിധാനം അനുസരിച്ച് നമ്മൾ കാണേണ്ടത്. ഇവിടെ വ്യത്യാസം നമ്മൾ മുഖ്യമന്ത്രി ഉണ്ടായില്ലല്ലോ എന്നതിനോട് ചേർത്താണല്ലോ പ്രതിപക്ഷ നേതാവും ഉണ്ടായില്ലല്ലോ എന്ന മറു ചോദ്യം ഉന്നയിക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആ സമയത്ത് ഞാൻ വളരെ കൃത്യമായി അത് പറഞ്ഞു തുടങ്ങിയത് അങ്ങനെ തന്നെയാണ് എസ്.കെ.ന്. അതായത് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, 6 ദിവസമായല്ലോ, മുഖ്യമന്ത്രി എവിടെ എന്നതല്ല അതിൽ ഉയർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ അത് ചർച്ചയ്ക്ക് ആധാരമാകുന്ന കാതലായ പ്രശ്നം. ദീപാദാസ് മുൻഷി പറഞ്ഞതുപോലെ സമയമുണ്ട്, ആ സമയത്തിനുള്ളിൽ തീരുമാനിച്ചാൽ മതി, ആ സമയത്തിനുള്ളിൽ തീരുമാനിക്കട്ടെ. പക്ഷേ ആ തീരുമാനത്തിന്റെ പേരിൽ നേതാക്കൾക്കിടയിൽ നടക്കുന്ന ഭിന്നതയും പുറത്ത് അണികൾ കാട്ടിക്കൂട്ടുന്ന പ്രശ്നവുമാണ് അവിടെ പ്രശ്നം. അതായത് എതിർവിഭാഗത്തിലുള്ള ആളിന്റെ ഫ്ലെക്സിൽ തുപ്പുന്നു, ഒരാൾ VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ ഞാൻ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന് പറഞ്ഞ് പെട്രോൾ ഒഴിച്ച് നിൽക്കുന്നു, ഒരാൾ ശയന പ്രദർശനം നടത്തുന്നു, ഒരാൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിൽപ്പ് സമരം നടത്തുന്നു, KC വേണുഗോപാൽ വന്നാൽ ഞങ്ങൾ ഇവിടെ തോൽപ്പിക്കുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ വിമർശനത്തിന് ആധാരമാക്കിയെടുക്കുന്ന സംഭവം. അല്ലാതെ സമയമെടുത്ത് ഇവർ അല്പം കൂടി വിശദമായി ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ എന്നല്ല. ആ തീരുമാനത്തിന് മുൻപേ നേതാക്കളുടെ ക്ലെയിമും ഒരു പേരിലേക്ക് വന്നാൽ മറ്റു പേരുകാർ ഉണ്ടാക്കുന്ന പ്രശ്നവുമാണ് അവിടെ പ്രശ്നം. പക്ഷേ ആ പ്രശ്നം അല്ലെങ്കിൽ ആ പ്രതിസന്ധി മറുഭാഗത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ നമുക്കറിയാവുന്ന പോലെ തന്നെ LDF പ്രതിപക്ഷത്തേക്ക് വരുമ്പോൾ അവിടെ അതിനെ ലീഡ് ചെയ്യുന്ന CPIM ആണ് തീരുമാനിക്കേണ്ടത് ആരാണ് പ്രതിപക്ഷ നേതാവ് ആകേണ്ടതെന്ന്. അവരുടെ സംഘടനാ സംവിധാനം അനുസരിച്ച് സീനിയോറിറ്റി പ്രകാരം അത് പിണറായി വിജയനാണ് നിലവിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളിൽ വരേണ്ടത്. പക്ഷെ പിണറായി മാറി നിൽക്കുമോ അതോ പ്രതിപക്ഷത്തെ നയിക്കാനായി ഉണ്ടാകുമോ എന്നുള്ളത് മാത്രമാണ് അതിലെ രാഷ്ട്രീയ ആകാംക്ഷ. അതല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ആളുകളിൽ KN ബാലഗോപാൽ ആണ് എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവിൽ നമുക്ക് അതിൽ മനസ്സിലാകുന്ന വിവരം. പിന്നീട് മറ്റെന്തെങ്കിലും അല്ലാത്ത തീരുമാനത്തിലേക്ക് അവർ വന്നാൽ തീരുമാനിക്കട്ടെ. പക്ഷെ അതിനപ്പുറം അതിലൊരു തർക്കമോ ഈ അധികാര സ്ഥാനത്തിന് വേണ്ടിയുള്ള പിടിവലിയോ വടംവലിയോ അവിടെ നടക്കുന്നില്ല എന്നുള്ളിടത്താണ് ഈ സാഹചര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.